തീ വെച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു മഷിയുണ്ട്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ആ ഒരു രീതിയിൽ ഒരു സാധനം ഈ ഒരു പേപ്പറിനകത്തും ഇതിൻ്റെ ഒരു ബില്ലിനകത്തും ഉണ്ട്. ഇപ്പുറത്ത് നമുക്ക് കത്തിയ പാടോ ഒന്നും തന്നെ നമ്മളിവിടെയാണ് തീ കൊളുത്തിയത്. നിങ്ങൾ ഒരു കാരണവശാലും, ഞാനിപ്പോൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു കാരണവശാലും ഇങ്ങനെ ഈ ഒരു പേപ്പറിൽ ടൈപ്പ് ചെയ്യുന്ന ഈ ഒരു മഷിയിൽ തൊടാനേ പാടില്ല. തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ മാരകമായ പല അസുഖങ്ങളും വരാനുള്ള ഒരു കാരണമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിസ്ഫിനോൾ സിന്തറ്റിക് കെമിക്കൽ എന്ന് പറയുന്ന ഒരു തരം മഷി വെച്ചിട്ടാണ് ഈ ഒരു സാധനം പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. മഷി നമ്മുടെ കയ്യിൽ പറ്റിയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കിന്നിലൂടെ, അതായത് നമ്മുടെ ഈ ഒരു വിരലുണ്ടല്ലേ തൊടുന്നത്, നമുക്ക് ഈ ഒരു സ്കിന്നിലൂടെ നമ്മുടെ ബ്ലഡിലേക്ക് കലരാനുള്ള വലിയ സാധ്യതയാണ് ഇതിനകത്ത് ഈ ഒരു മഷിയിലുള്ളത്. തൈറോയ്ഡ് എന്ന് പറയുന്ന ഒരു പ്രശ്നം. പിന്നീട് ഉണ്ടാകുന്നത് പാൻക്രിയാസിനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കും. പിന്നെ ഉണ്ടാക്കുന്നത് പ്രമേഹ രോഗങ്ങളായിരിക്കും. വക വയ്ക്കാതെ ഓവറായിട്ടാണ് നമ്മളിതിനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് പതിയെ ക്യാൻസറിലേക്കാണ് മാറുന്നത്. അതായത് പാൻക്രിയാസ് ക്യാൻസറും തൈറോയ്ഡ് ക്യാൻസറും എന്നുള്ള 2 ക്യാൻസറിലേക്ക് ഇത് മാറും. നമുക്ക് ഈ ഒരു നമ്മുടെ ബില്ലിനടിയിലേക്ക് നമുക്ക് ഈ ജസ്റ്റ് ഇതൊന്ന് കത്തിച്ചെടുക്കാൻ വെച്ച് നോക്കാം. ഇതാണ്ടോ, നമ്മൾ ആ ഒരു തീയാണ് ഈ വെച്ചിരിക്കുന്നത്. ഇപ്പുറത്ത് നമുക്ക് കത്തിയ പാടോ ഒന്നും തന്നെ ഇല്ല. നമ്മളിവിടെയാണ് തീ കൊളുത്തിയത്, അവിടെ ഒരു പാടുമില്ല. പക്ഷേ ഇപ്പുറത്തേക്ക് മാറുമ്പോൾ ആ ഒരു സാധനം എന്തുമാത്രം ഡേഞ്ചർ ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എപ്പോഴാണെങ്കിലും ഇങ്ങനെയുള്ള ബില്ലുകൾ നമ്മൾ കൈകൊണ്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ ഇതിനെ എവിടേക്കെങ്കിലും മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ കൈ നല്ല രീതിയിൽ വാഷ് ചെയ്യാൻ ശ്രമിക്കണം. ഒന്നെങ്കിൽ നമ്മുടെ പച്ചവെള്ളത്തിൽ കഴുകുക, അല്ലെങ്കിൽ സോപ്പ് ഇട്ടോ അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിച്ചൊക്കെ നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ ആഹാര പദാർത്ഥങ്ങൾ കഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് ഒന്ന് തൊടുകയെങ്കിലും ചെയ്യാവൂ.